PM ശ്രീ പദ്ധതിയിലും UDF സർക്കാരിന്റെ യു-ടേൺ. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാൻ UDF യോഗത്തിന്റെ തീരുമാനം. പദ്ധതിയിൽ നിന്നും പിന്മാറില്ലെന്ന UDF കൺവീനർ അടൂർ പ്രകാശ്. മദ്യനികുതി ഇളവ് തീരുമാനമെടുക്കാൻ ഉപസമിതിയെ വയ്ക്കാൻ UDF-ൽ ധാരണ. ബോർഡ് കോർപ്പറേഷൻ പദവികളിലെ തർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്തും. തർക്കങ്ങളിൽ തീരുമാനമാകാതെ UDF യോഗം പിരിഞ്ഞു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നിന്ന് സമ്പൂർണമായ യു-ടേണാണ് UDF നടത്തുന്നത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇന്നത്തെ UDF യോഗം തീരുമാനിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് UDF തീരുമാനിക്കും. നമുക്ക് അവകാശപ്പെട്ട ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ചില പദ്ധതിയിൽ അനുസരിച്ച് ആ പദ്ധതി നമുക്കിവിടെ പ്രയോജനപ്രദമാണോ എന്ന് മാത്രം നോക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. PM ശ്രീ പദ്ധതി തുടരേണ്ടി വരുമെന്ന കാര്യം മുഖ്യമന്ത്രിയാണ് UDF യോഗത്തിൽ അറിയിച്ചത്. ചില ഘടകകക്ഷികളും ഇതിനെ പിന്തുണച്ചു. പുറത്ത് പദ്ധതിയെ പരസ്യമായി എതിർത്ത ലീഗ് യോഗത്തിൽ ഇതിനെ എതിർത്തില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ UDF യോഗം ഉപസമിതിയെ ചുമതലപ്പെടുത്തി. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനങ്ങൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. ബോർഡ് കോർപ്പറേഷൻ പദവികളിലും വലിയ തർക്കമാണ് യോഗത്തിലുണ്ടായത്. പ്രധാന പദവികൾക്കായി ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചു. തർക്കം മുറുകിയതോടെ ഇക്കാര്യത്തിലും യോഗത്തിൽ ധാരണയായില്ല. ഇത് പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനാണ് യോഗത്തിലുണ്ടായ തീരുമാനം. അതുപോലെ ബോർഡുകളുടെ കാര്യത്തിലാണെങ്കിലും കോർപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിലും ചർച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തി അതിന് പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ പിടിവാശി കാരണം സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇതുവരെ UDF യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഘടകകക്ഷികളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് അവസാനം സതീശൻ യോഗത്തിന് വഴങ്ങിയത്. പക്ഷേ ആ യോഗത്തിലും നിർണായക വിഷയങ്ങളിൽ തീരുമാനം എടുക്കാനായില്ല എന്നതാണ് വസ്തുത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.